ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റൂം ഒക്യുപ്പൻസി ഇൻഡിക്കേറ്ററിൻ്റെ ഒരു സർക്യൂട്ടാണ്. ഇതിൻ്റെ പ്രധാന കമ്പോണൻസ് എന്ന് പറയുന്നത് രണ്ട് NPN ട്രാൻസിസ്റ്റേഴ്സാണ്. BC547 അല്ലെങ്കിൽ BC548 നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ 100 ഓംസിൻ്റെ രണ്ട് റെസിസ്റ്റേഴ്സ്, 1 കിലോ ഓംസിൻ്റെ രണ്ട് റെസിസ്റ്റേഴ്സ്, 4.7 കിലോ ഓംസിൻ്റെ ഒരു റെസിസ്റ്റർ, ഒരു റെഡ് LED, ഒരു ഗ്രീൻ LED, ഒരു റീഡ് സ്വിച്ച്, ഒരു മാഗ്നറ്റ്. ഇത്രയുമാണ് നമുക്ക് ഈ സർക്യൂട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ സർക്യൂട്ട് ഒരു 5 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 5 വോൾട്ട് റെഗുലേറ്റഡ് പവർ സപ്ലൈ കൊടുക്കാവുന്നതാണ്. ഇനി ഈ സർക്യൂട്ടിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. ഡോറ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് റീഡ് സ്വിച്ചും ഓപ്പൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ Q1 ഒരു ബേസ് വോൾട്ടേജ് ലഭിക്കുകയും Q1 ടേൺ ഓൺ ആകുകയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രീൻ LED പ്രകാശിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് ട്രാൻസിസ്റ്റർ Q2 ബേസ് വോൾട്ടേജ് ലോ ആകുകയും ട്രാൻസിസ്റ്റർ Q2 ടേൺ ഓഫായി തന്നെ നിൽക്കുകയും ചെയ്യുന്നു. ഇനി ഡോറ് ക്ലോസ് ആകുന്ന സമയത്ത് റീഡ് സ്വിച്ചും ക്ലോസ് ആകുകയും ട്രാൻസിസ്റ്റർ Q1 ബേസ് വോൾട്ടേജ് ലോ ആകുകയും Q1 ടേൺ ഓഫ് ആകുകയും ചെയ്യുന്നു. ആ സമയത്ത് Q2 ഒരു ബേസ് വോൾട്ടേജ് ലഭിക്കുകയും Q2 ടേൺ ഓൺ ആകുകയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെഡ് LED പ്രകാശിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഈ സർക്യൂട്ട് ഒന്ന് നോക്കാം. ഇതാണ് ബ്രെഡ് ബോർഡിൽ അസംബിൾ ചെയ്തിരിക്കുന്ന സർക്യൂട്ട്. ഇതിലുപയോഗിച്ചിരിക്കുന്നത് BC548 ട്രാൻസിസ്റ്റേഴ്സാണ്. 330 ഓംസിൻ്റെ റെസിസ്റ്റേഴ്സാണ് 100 ഓംസിന് പകരമായി യൂസ് ചെയ്തിരിക്കുന്നത്. ഇതായാലും കുഴപ്പമില്ല. 1 കിലോ ഓംസിൻ്റെ രണ്ട് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നു. 4.7 കിലോ ഓംസിൻ്റെ ഒരു റെസിസ്റ്ററും യൂസ് ചെയ്തിരിക്കുന്നു. ഇതാണ് റീഡ് സ്വിച്ച്. ഇത് ഒരു ഓപ്പൺ റീഡ് സ്വിച്ച് ആണെന്ന് മാത്രം. ഇനി ഈ സർക്യൂട്ടിലേക്ക് ഒരു 5 വോൾട്ട് സപ്ലൈ കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഗ്രീൻ LED പ്രകാശിച്ച് നിൽക്കുന്നതായിട്ട്. ഈ സമയത്ത് റീഡ് സ്വിച്ച് ഓപ്പൺ ആയിരിക്കും. ഇനി റീഡ് സ്വിച്ചിനടുത്തേക്ക് ഞാനൊരു മാഗ്നറ്റ് ഒന്ന് അടുപ്പിക്കുകയാണ്. അപ്പോൾ റീഡ് സ്വിച്ച് ക്ലോസ് ആകുകയും ട്രാൻസിസ്റ്റർ Q2 ടേൺ ഓൺ ആകുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതുവഴി Q2 അറ്റാച്ച് ചെയ്തിരിക്കുന്ന റെഡ് LED പ്രകാശിക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ സർക്യൂട്ടിലുള്ളത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സർക്യൂട്ടാണ്. വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സർക്യൂട്ടാണ്. അതുകൊണ്ട് ആർക്കും ഇതൊന്ന് അസംബിൾ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു സർക്യൂട്ടുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.